ഹലോ ഗായ്സ്, നമ്മുടെ ഓണസദ്യയിലെന്നല്ല എല്ലാ സദ്യയിലും തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആയിട്ടുള്ള കായ വറുത്തത് എങ്ങനെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ട് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഓണം സ്പെഷ്യൽ കായ വറുത്തുപ്പേരി ഉണ്ടാക്കില്ലേ നമുക്ക്. ഓക്കെ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വരും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസായിട്ട് അറിയിക്കാൻ മറക്കാതെ ചെയ്യണേ. ഞാനിവിടെ നല്ലതുപോലെ മൂത്ത പച്ചക്കായ എടുത്തിട്ടുണ്ട്. 10 എണ്ണമാണ് എടുത്തേക്കുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് കളയാം. ഇതുപോലെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞ് എടുക്കാം. തൊലി കളയുന്നതിനായിട്ട് ഇതൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇങ്ങനെ പീൽ ചെയ്ത് മാറ്റാം. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം. ഇത് തൊലി കളഞ്ഞ ഉടൻ തന്നെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളവും അതിനോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കലക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കറുത്ത് പോവും. കായ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ മുങ്ങിക്കിടക്കണം. ഇറ്റത്തേക്ക് കുതിർത്ത് വെച്ചാലും മതി. അത് കഴിഞ്ഞ് പുറത്തോട്ട് എടുത്ത് വയ്ക്കാം. അതിനുശേഷം ഒരു ബൗളിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, അല്ലാണ്ട് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. എല്ലാ സ്റ്റേറ്റുകാരും ഇപ്പോൾ ബനാന ചിപ്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ ആ പെർഫെക്റ്റ് ടേസ്റ്റ് വരണമെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ സ്ലൈസ് ചെയ്ത് ഇടാനായിട്ട് ഇതുപോലെ ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ എടുത്ത് മാറ്റി ഈ ബ്ലേഡ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായ ഓയിലിലോട്ട് ഇതിങ്ങനെ സ്ലൈസ് ചെയ്തിടാം. നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് ഒരുമിച്ച് ഇടുന്നേക്കാളും നല്ലത് ഇങ്ങനെ എണ്ണയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഇടുന്നതാണ്. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചിട്ടിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മിക്സ് ചെയ്ത വെള്ളം 2 ടീസ്പൂൺ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ദെൻ ഫ്ലെയിം കൂട്ടിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന്
ഇളക്കി സെറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചെയ്ത് എടുക്കാം. ഒരു ഭാഗത്ത് തന്നെ ഇടാതെ സ്പ്രെഡ് ചെയ്തിടണം. നമ്മൾ ചിപ്സ് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ളത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ഉപ്പ് കുറവാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 2 ടീസ്പൂൺ ഒഴിച്ചത് 3 ടീസ്പൂൺ ആക്കുക. അഥവാ ഉപ്പ് കൂടുതലാണെങ്കിൽ 1.5 ടീസ്പൂൺ ഉപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ചെയ്യണം. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പോകരുത്. ഉപ്പ് വെള്ളം ഒഴിക്കുന്ന സ്റ്റേജിൽ മാത്രം ഫ്ലെയിം കുറച്ചിട്ടിട്ട് ചെയ്യുക. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്, ഇതൊന്നും പൊട്ടിപ്പോവില്ല. അഡ്ജസ്റ്റ് ചെയ്ത് ഇളക്കണം എന്ന് മാത്രം. ജസ്റ്റും ഏകദേശം സൗണ്ട് കേൾക്കുന്നുണ്ടോ? റെഡി ആയിട്ടുണ്ട്. ഉപ്പുവെള്ളം ഒഴിച്ച് കൊടുക്കാം. വീണ്ടും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കായ വറുത്തത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തീർച്ചയായും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസ് കാണുന്നതിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.